മലയാളികൾ ഒന്നടങ്കം ഇന്ന് യമനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി വിധിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ നീട്ടിവെക്കപ്പെട്ടിരിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വാർത്തകളും ആശങ്കകളും ഒരുപോലെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് സത്യത്തിൽ ആരാണ് ഈ നിമിഷപ്രിയ, എന്താണ് അവർ ചെയ്ത കുറ്റം, എങ്ങനെയാണ് വധശിക്ഷയ്ക്ക് അവർക്ക് വിധിക്കപ്പെട്ടത്, അതിന് ഒരുപടി മുകളിലായിട്ട് എന്തുകൊണ്ട് ദയാധനം നൽകിയിട്ട് ബ്ലഡ് മണി നൽകിയിട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ തന്നെയും ഒരുപോലെ ഇടപെട്ടിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാകാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തുടങ്ങി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. നിമിഷപ്രിയയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് യമനിലെ പോലീസുകാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്നത് നിമിഷപ്രിയയുടെയും അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണങ്ങളാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായിട്ടുള്ള ചെറിയൊരു കാര്യത്തെക്കുറിച്ചൊന്ന് പരാമർശിക്കാം. നിങ്ങൾ ഡാറ്റാ സയൻസിൽ ഒരു മികച്ച കരിയർ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓഡിയൻ സ്കൂൾ അതിനുള്ളൊരു ബെസ്റ്റ് അവസരം തന്നെ ഇപ്പോൾ തുറന്നു വെക്കുന്നുണ്ട് അവരുടെ ഡാറ്റാ സയൻസ് എലൈറ്റ് കോഴ്സിലൂടെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വിഗ്ഗി, ഫോൺപേ, നുവോ റീറ്റെയിൽ, ഫോർസീർ, വെനലറ്റിക്സ് തുടങ്ങി 5 പ്രമുഖ കമ്പനികൾ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഏക കോഴ്സാണിത്. അതുകൊണ്ടൊക്കെ തന്നെയും വലിയ വലിയ ടെക് കമ്പനികൾ എന്തെല്ലാമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇവരുടെ ഹയറിംഗ് സ്പ്രിന്റ് വഴിയുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് യഥാർത്ഥ ഇന്റർവ്യൂകളിലേക്ക് നിങ്ങളെ നേരിട്ടെത്തിക്കും. കൂടാതെ ഡാറ്റാ സയൻസിലും AI-ലും ഒക്കെ ജോലി നേടിക്കഴിഞ്ഞ അലുമിനീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കരിയർ ഗ്രോത്തിന് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ വലിയ തോതിൽ തന്നെ സഹായിക്കുന്നതായിരിക്കും. 200 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ലൈവ് ഓൺലൈൻ ക്ലാസ്സസും ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സും അസൈൻമെന്റും ഒക്കെ തന്നെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം റെസ്യൂമെ തയ്യാറാക്കാനും മോക്കിൻ ഇന്റർവ്യൂസിനുള്ള പ്രിപ്പറേഷൻസിനും ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയിട്ടുള്ള കരിയർ സപ്പോർട്ട് കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇവരുടെ അടുത്തൊരു ബാച്ച് വരുന്നത് ഈ വരുന്ന ജൂലൈ 26-ാം തീയതിയാണ്. 3 മാസം ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണിത്. വീക്കെൻഡ്സിലായിരിക്കും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുക. നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻ കോഡിംഗ് പരിചയമൊന്നും യാതൊരു വിധത്തിലും ആവശ്യമില്ല. ഇതൊരു കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സാണ്. മാത്രമല്ല 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ കോഴ്സ് ഇവർ കണ്ടക്ട് ചെയ്യാറുള്ളൂ. സോ സീറ്റ്സ് ഒക്കെ വളരെയധികം ലിമിറ്റഡ് ആണ്. നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സീറ്റ്സ് ഒക്കെ വളരെ വേഗതയിലാണ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. സോ ഡാറ്റാ സയൻസിൽ ഒരു മികച്ച കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻ സ്കൂളിൻ്റെ ഡാറ്റാ സയൻസ് എലൈറ്റ് കോഴ്സ് നിങ്ങൾക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ഫിറ്റ് തന്നെ ആയിരിക്കും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ കാര്യമൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് പോലീസുകാരുടെ വിശദീകരണങ്ങളിലേക്ക് തന്നെ കടക്കാം. 2017 ജൂലൈ മാസത്തിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന വ്യക്തിയെ കെറ്റാമിൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ കെറ്റാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, അതുപോലെ തന്നെ പെയിൻ കില്ലറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ്. ഇതുപയോഗിച്ചുകൊണ്ട് കൊല ചെയ്യുകയും അതിനുശേഷം ഹനാൻ എന്ന് പറയുന്ന സഹായിയുടെ സഹായത്തോടുകൂടെ ആ മൃതദേഹം വെട്ടിനുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള ആ ഒരു വ്യക്തിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഭൂഗർഭ ടാങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയും അതിനുശേഷം നാട് വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിലാണ് നിമിഷപ്രിയയെ ബോർഡറിൽ വെച്ചുകൊണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദീകരണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യമൻ പൗരനായിട്ടുള്ള സ്വന്തം ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തിയെ അതിക്രൂരമായ രീതിയിൽ തന്നെ കൊല ചെയ്യുകയും അതിനുശേഷം അവരുടെ മൃതദേഹം ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഭൂഗർഭ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് അതവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട്, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വിചാരണകൾക്കെല്ലാം ശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വളരെയധികം നീചമായിട്ടുള്ള രീതിയിൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ സഹായിയെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നേരെ നിമിഷപ്രിയയുടെ സൈഡിലേക്ക് വരുമ്പോൾ
അവർക്ക് പറയാനുള്ളതും അവരുടെ അഡ്വക്കേറ്റ്സിന് പറയാനുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ അവർ വിശദീകരിക്കുന്നത്, ഒരു കാരണവശാലും തലാൽ എന്ന ആ വ്യക്തിയെ കൊല ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള പ്ലാനുകളും നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള യാതൊരുവിധ ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അയാളുടെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളെ ഒന്ന് ബോധം കെടുത്തിയതിനു ശേഷം പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് കെറ്റാമിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അയാളെ ബോധരഹിതനാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം മാത്രമാണ്. അത് തീർത്തും അവിചാരിതമായിട്ട് അവർ കെറ്റാമിൻ്റെ ഡോസ് കൂടിയത് കാരണമായിട്ട് അയാൾ മരണത്തിലേക്ക് എത്തിയതായിരുന്നു എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു, അതിനപ്പുറത്തേക്ക് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തനിക്ക് യാതൊരു വിധത്തിലുള്ള ഓർമ്മകളുമില്ല, തനിക്ക് അറിയില്ല എന്ന രീതിയിലൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെയാണ് നിമിഷപ്രിയയുടെ ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട രണ്ട് ഭാഗങ്ങൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ എങ്ങനെ നിമിഷപ്രിയയുടെ ഭർത്താവായിട്ട് മാറി, അത് ശരിയായ രീതിയിലുള്ളൊരു വിവാഹം തന്നെയാണോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവായിട്ടുള്ളൊരു വ്യക്തിയെ എന്തുകൊണ്ട് നിമിഷപ്രിയ കൊല ചെയ്തു, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ടല്ലേ. ആ കാര്യങ്ങളിലേക്ക് ഇനി വിശദമായ രീതിയിൽ തന്നെ നമുക്ക് കടക്കാം. 2008 പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായിട്ടുള്ള നിമിഷപ്രിയ എന്ന നേഴ്സ് യമനിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അതിനുശേഷം പിന്നീട് 2011 അവർ ടോമി എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നുണ്ട്. 2012 ടോമിയും നിമിഷപ്രിയയും ഒരുമിച്ച് തന്നെ യമനിലേക്ക് പോകുന്നുണ്ട്. ടോമി അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. നേഴ്സായിട്ട് നിമിഷപ്രിയ യമനിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട്. വളരെയധികം സന്തോഷപൂർണ്ണമായിട്ടുള്ള രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു സമയങ്ങളിലൊക്കെ തന്നെയും ഇരുവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്നതായിരുന്നു. പക്ഷേ നമുക്കറിയാം, പല അറബ് കൺട്രീസിലൊക്കെ തന്നെയും ഒരു സ്പോൺസറുടെ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു പൗരൻ്റെ നേതൃത്വത്തിൽ, അയാളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ മറ്റോ കാര്യങ്ങളൊക്കെ പുറത്ത് നിന്നുള്ള പൗരന്മാർക്കൊക്കെ തന്നെയും തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ളൊരു വലിയൊരു ചലഞ്ച് ഇവരുടെ മുന്നിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വെല്ലുവിളി, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുക എന്നൊരു കാര്യത്തിൽ ഇരുവരും നേരിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നിമിഷപ്രിയയുടെ ക്ലിനിക്കിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിമിഷപ്രിയ സൗഹൃദത്തിലാകുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചപ്പോൾ സ്വന്തമായിട്ട് തങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ഒരവസരത്തിൽ അയാൾ അതിനുള്ള താല്പര്യം അറിയിക്കുകയാണ്. അയാൾ സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്യാമെന്ന രീതിയിലേക്ക്, അയാളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യാമെന്ന രീതിയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തിച്ചേരുകയും അതിനെല്ലാം അടിസ്ഥാനത്തിൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് അൽ അമാൻ എന്ന പേരിൽ നിമിഷപ്രിയയും ഭർത്താവും ഈ പറഞ്ഞ യമൻ പൗരനായിട്ടുള്ള തലാലും ചേർന്നുകൊണ്ട് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ്. ഇയാളുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൻ്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട രീതിയിലും അതിൻ്റെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലായിരിക്കും. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത വാർത്തകൾ വ്യത്യസ്ത അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. മലയാളികളായിട്ടുള്ള പല ആളുകളുടെയും ഒരുപാടധികം സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള എല്ലാവിധ സ്പോൺസർഷിപ്പും നൽകിയിട്ടുണ്ടായിരുന്ന അറബി തന്നെ തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ തലാൽ എന്ന് പറയുന്ന യമൻ പൗരനുമായിട്ട് ഇവർക്കൊക്കെ തന്നെയും നല്ലൊരു ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2015 നിമിഷപ്രിയയുടെ മകളുടെ മാമോദിസക്കൊക്കെ തന്നെയും യമനിൽ നിന്ന് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈ കേരളത്തിൽ പോലും വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു സൗഹൃദത്തോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് സൗദി യമൻ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്, യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്, വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ യമനകത്ത് ആരംഭിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒക്കെ തന്നെയും ഭാഗമായിട്ട് നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയൊക്കെ തന്നെയും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. നിമിഷപ്രിയ അവിടെ തന്നെ തുടരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് രണ്ട് രീതിയിലുള്ള വാദങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, കൂടുതൽ പണവും മറ്റൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നിമിഷപ്രിയയും ഭർത്താവും ഒക്കെ നാട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം നിമിഷപ്രിയ മാത്രം തിരിച്ചുപോയി. പിന്നീട് പോകാനായിരുന്നു ടോമി എന്ന ഹസ്ബൻഡിന് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അയാൾക്ക് പിന്നീട് പോകാൻ സാധിച്ചില്ല. ഇങ്ങനൊരു വാദം കൂടെ ഈ ഒരു ഭാഗത്ത് ഞാൻ പരിശോധിച്ച സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംഭവിച്ചതോടുകൂടിയിട്ട് യമനിൽ നിമിഷപ്രിയ ഒറ്റക്കാവുകയാണ്. അതിനുശേഷം പിന്നീട് പതിയെ തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന യമൻ പൗരൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ ആരംഭിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ അയാൾ പെരുമാറാൻ ആരംഭിക്കുകയാണ്. മറ്റുള്ള ആളുകളുടെ മുന്നിലൊക്കെ
വീഡിയോകളിലൊക്കെ തന്നെയും നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണ് എന്ന രീതിയിൽ അയാൾ ചിത്രീകരിക്കാൻ ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പോലും അയാൾ തയ്യാറാക്കുകയാണ്. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക് രീതിയിലുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു മാരേജ് പോലും അവിടെ നടത്തിയെന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും അയാൾ സ്വന്തം കയ്യിലേക്ക് പിടിച്ചെടുക്കാൻ ആരംഭിക്കുകയാണ്. നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വർണം മുഴുവനും അയാൾ പിടിച്ചു വാങ്ങുകയാണ്. അതോടൊപ്പം തന്നെ തോക്ക് ചൂണ്ടി നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ പാസ്പോർട്ട് പോലും ഈ യമൻ പൗരനായിട്ടുള്ള തലാൽ അഹമ്മദ് അൽ മഹദി എന്ന് പറയുന്ന വ്യക്തി പിടിച്ചു വാങ്ങുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് നിമിഷപ്രിയ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ അതീവ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ സഹിച്ചുകൊണ്ട് ഇയാളുടെ ഒരു അടിമ കണക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും പതിയെ പതിയെ നിമിഷപ്രിയ എന്ന് പറയുന്ന നേഴ്സ് എത്തിച്ചേരുകയാണ്. ഇതോടൊപ്പം തന്നെ ഇതേ ക്ലിനിക്കിൽ, ഇവരുടെ അല്ലമാൻ എന്ന് പറയുന്ന ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹനാൻ എന്ന് പറയുന്ന യമൻ പൗരിയായിട്ടുള്ള സ്ത്രീ, അവരും ഇതുപോലെ തന്നെയുള്ള വലിയ തോതിലുള്ള ക്രൂരതകൾ ഈ തലാലിൽ നിന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്രൂരതകൾ സഹിക്കവയ്യാതെ വരുന്ന ഒരു അവസരത്തിൽ 2017 വെച്ചുകൊണ്ട് ഹനാൻ നിമിഷപ്രിയയ്ക്ക് ഒരു പോം വഴി പറഞ്ഞു നൽകുകയാണ്, ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുകയാണ്. കെറ്റാമിൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ബോധരഹിതനാക്കി കിടത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടൂടെ എന്നതായിരുന്നു അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ഇതിനിടയിലൊക്കെ തന്നെയും ഇയാളുടെ ഈ ക്രൂരതകൾക്കെതിരെ അധികൃതരോട് നിമിഷപ്രിയ പരാതികൾ പറയുന്നുണ്ട്, പരാതികൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടെയും അതിക്രൂരമായ രീതിയിൽ തന്നെ നിമിഷപ്രിയയെ അയാൾ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ഹനാൻ പറഞ്ഞതുപോലുള്ളൊരു കാര്യം തന്നെ ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് നിമിഷപ്രിയ എത്തിച്ചേരുന്നുണ്ട്. അതിനുവേണ്ടി അവർ കെറ്റാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. അയാളുടെ ശരീരത്തിലേക്ക് കെറ്റാമിൻ കുത്തിവെച്ചതിന് ശേഷം അയാളെ ബോധരഹിതനാക്കിയതിന് ശേഷം പാസ്പോർട്ട് എടുത്തുകൊണ്ട് നിമിഷപ്രിയ അവിടെ നിന്നും കടന്നു കളയുന്നുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിൻ്റെ ബാക്ക് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തലാൽ അഹമ്മദ് അൽ മഹദി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിനും അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വാദങ്ങൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ, ഇതിൽ ഏതാണ് ശരി ഏതാണ് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പം നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറബിയിൽ തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നു എന്നും, അതുപോലെ തന്നെ ഈ വിചാരണ നടക്കുന്ന അവസരത്തിൽ തനിക്കൊരു ട്രാൻസ്ലേറ്ററെ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിമിഷപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾക്ക്, ഇത്തരത്തിൽ താൻ നേരിട്ടുണ്ടായിരുന്ന കൊടിയ ക്രൂരതകൾക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ അവർക്ക് സാധിക്കാതെ വന്നതോടു കൂടിയിട്ട് തന്നെയാണ് ഹനാൻ എന്ന അവരുടെ സഹായിയായിട്ടുണ്ടായിരുന്ന സ്ത്രീക്ക് ജീവപര്യന്തവും അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ റിജക്ഷൻ തന്നെ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം രാഷ്ട്രപതിയിലേക്ക്, യമൻ രാഷ്ട്രപതിയിലേക്ക് വിഷയം എത്തിച്ചേരുന്നുണ്ട്. അവിടെയും ഒരു ദയാഹർജിയൊക്കെ തന്നെയും സമർപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ നിന്നുമുള്ളൊരു റിജക്ഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ജൂലൈ 16 ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നിമിഷപ്രിയയെ വധിക്കാമെന്ന രീതിയിലേക്ക് വിധികളും മറ്റുമൊക്കെ ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത്. നിമിഷപ്രിയയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെയുള്ള വിശദീകരണങ്ങൾ, നിമിഷപ്രിയ ഒരിക്കലും ഇത്തരത്തിലൊരു കൊടിയ കുറ്റം ചെയ്തിട്ടില്ല, അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്ന രീതിയിലാണ്. 2021 തന്നെ സേവ് നിമിഷപ്രിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിനണ്ടറിലൊക്കെ ശക്തമായ രീതിയിൽ തന്നെ നിമിഷപ്രിയയെ യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മരണശിക്ഷ, വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടുകൂടെ എന്തുകൊണ്ട് ഇതൊന്നും തന്നെ കാര്യമായൊരു പുരോഗതിയിലേക്ക് എത്തിയില്ല? ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെയും നിരന്തരമായിട്ട് ഇടപെട്ട് വ്യത്യസ്ത നേതാക്കളെല്ലാം ഒരുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇതിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയൊരു ഭാഗം അവിടെയുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളിൽ യമനിൽ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ലോകത്തിൽ തന്നെ ഉയർന്ന വധശിക്ഷാ നിരക്കുള്ള ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്.
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും വധിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ യമനിൽ നിന്ന് ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും നടപടിക്രമങ്ങളുടെ ലംഘനം, നിർബന്ധിതമായിട്ടുള്ള കുറ്റസമ്മതം, പരിമിതമായിട്ടുള്ള നിയമസഹായം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ഒക്കെ തന്നെയും അവിടെ ഉയർത്തിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാടധികം വധശിക്ഷകൾ യമനിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഇനി ഈ വധശിക്ഷയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് കൊല ചെയ്യുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അത് കൂടുതലും ജയിലിനകത്ത് വെച്ചുകൊണ്ടായിരിക്കും. ചില സമയങ്ങളിലൊക്കെ തന്നെയും പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ടും ഈ ഒരു വധശിക്ഷ നടപ്പിൽ വരുത്താറുണ്ട്. ഇനി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 3 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് അവരുടെ ശിക്ഷകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ പ്രതികൾക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷകൾ നൽകാമെന്ന് ഇരകളുടെ കുടുംബത്തിന്, ഇരക്കോ ഇരയുടെ കുടുംബത്തിനോ ഒക്കെ തന്നെയും തീരുമാനിക്കാവുന്നതാണ്. ഇപ്പം കൊലപാതകമാണെങ്കിൽ ഇര അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇരയുടെ കുടുംബമാണ് ഇത്തരത്തിലുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം അതിൽ തന്നെ ഒന്നുകിൽ ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർത്താം. അതല്ല എങ്കിൽ പണം മേടിച്ചുകൊണ്ട്, നമ്മൾ ബ്ലഡ് മണി എന്നൊക്കെ പറയാറുണ്ട്, ബ്ലഡ് മണി മേടിച്ചുകൊണ്ട് ഇയാൾക്ക് പുറത്തു കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പണവും മേടിക്കാതെ തന്നെ കുടുംബത്തിന് ഇയാൾക്ക് പൂർണ്ണമായ രീതിയിലുള്ള മാപ്പ് നൽകാം. ഇങ്ങനെ 3 രീതികളാണ്, 3 ഓപ്ഷൻസ് ആണ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശിക്ഷകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അവിടെ നിലനിൽക്കുന്നത്. ഈ കുടുംബത്തിൽ ഒരുപാടധികം ആളുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടെ മാത്രമേ ഈ ഒരു വധശിക്ഷ ഒഴിവാക്കാനും ഇനിയിപ്പോൾ ബ്ലഡ് മണി നൽകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കുമ്പോൾ $1 മില്യൺ ഏറെക്കുറെ 8.5 കോടി രൂപയോളം വരും. അത്രത്തോളം നൽകാമെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയും ശക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ട് ഈ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് തലാലിൻ്റെ സഹോദരനൊക്കെ തന്നെയും ഇതിൽ യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല, ശക്തമായ ശിക്ഷ തന്നെ നൽകണം എന്ന രീതിയിൽ അയാൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം പോലും അയാൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് വധശിക്ഷ എന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടുകൂടെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു നീട്ടിവെക്കൽ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടുകൊണ്ട് ഒരു കാര്യമായൊരു തീരുമാനത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, ഈ ഒരു ഭാഗത്തേക്ക് ഇനി നമ്മൾ വരികയാണെങ്കിൽ ഏറ്റവും അവസാനം എന്തുകൊണ്ട് നിലവിൽ ഇത്തരം ഒരു മാറ്റം ഇവിടെ സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യമൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. 2014 മുതലൊക്കെ തന്നെയും അവിടെ സിവിൽ വാറാണ്. അതിൽ തന്നെ യമൻ്റെ തലസ്ഥാനം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളാണ്. ഹൂത്തികളുമായിട്ട് ഇന്ത്യക്ക് അത്ര വലിയ രീതിയിലുള്ള ബന്ധങ്ങളില്ല, നയതന്ത്ര ബന്ധങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ യമൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ ഹൂത്തികളോട് എതിരഭിപ്രായമുള്ള ആളുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമസമാധാനമൊക്കെ പൂർണ്ണമായിട്ടും താറുമാറായ രീതിയിൽ കൃത്യമായൊരു നിയമ സംഹിതകളൊക്കെ തന്നെയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടുന്ന രീതിയിൽ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടത്താനുള്ള സാഹചര്യമില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് യമനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് പോലും നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെ നടത്തിക്കൊണ്ട് നിമിഷപ്രിയയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇളവുകൾ വരുത്തി തിരിച്ചു കൊണ്ടുവരാനോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ സാധിക്കാതെ പോകുന്നത്. യമൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാടധികം ഗോത്രങ്ങളുണ്ട്, ഗോത്ര തലവന്മാരുണ്ട്. ഇവർക്കൊക്കെ തന്നെയും അവിടുത്തെ ജുഡീഷ്യറിയിൽ പോലും വലിയ സ്വാധീനമുണ്ട്. അവരുടെ ഓരോ തീരുമാനങ്ങൾക്കും അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്താൻ അവിടെ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വധശിക്ഷ പോലും മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ, അദ്ദേഹം യമനിലുള്ള ഇത്തരത്തിലുള്ള ഗോത്ര തലവന്മാരോടൊക്കെ സംസാരിച്ചതിന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വധശിക്ഷ ഇന്ന് ജൂലൈ 16 നടത്തേണ്ട വധശിക്ഷ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും പല കമൻസും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണമായിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഭർത്താവിനെ കൊല ചെയ്തു, ക്രൂരമായിട്ട് കൊന്നു, അങ്ങനെയൊക്കെ പറയുന്നൊരു ഭാഗങ്ങൾ അപ്പുറത്തുണ്ട്. ഇനി അതുപോലെ തന്നെ അയാൾ ഫേക്കായിട്ടുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് നിർബന്ധിച്ച് മാരേജ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തതാണ്, കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന മറ്റൊരു ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തെറ്റാണ്. അതിൻ്റെ വാസ്തവങ്ങൾ പേഴ്സണലി എനിക്കും കൃത്യമായിട്ട് അറിയില്ല. വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡാറ്റകളാണ് നമ്മളും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ
പ്രധാനമായിട്ടും മലയാളികളാണെങ്കിലും എല്ലാവരും മനുഷ്യത്വമുള്ള എല്ലാവരും ഒരുപോലെ തന്നെ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ബേസിൽ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുക എന്ന രീതിയിൽ തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടക്കും മതവും മതചിന്തകളും മത തീവ്രവാദം പോലുള്ള കാര്യങ്ങളും ഒന്നും ദയവായിട്ട് ആരും കൊണ്ടുവരാതിരിക്കുക. ഒരു മാനുഷികപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും പോലുള്ള ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ ജീവനാണ് എന്ന രീതിയിൽ ഈ കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായ രീതിയിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പം ഈ കോടതിയിലൊക്കെ നിൽക്കുന്ന വ്യത്യസ്ത വാദങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ള കേസുകളായതുകൊണ്ട് തന്നെ പല പല മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴും പല പല സോഴ്സുകളിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് വ്യത്യസ്ത വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.